السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. സജ്ദ സൂറത്തിലെ 15, 16, 17 എന്നീ 3 ആയത്തുകളാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഈ 3 ആയത്തുകളും ഒന്ന് പാരായണം ചെയ്യാം. ശേഷം പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കാം അവസാനമായി സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം. എന്നാൽ പാരായണം തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ഇനി പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കാം. بسم الله الرحمن الرحيم. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا. ആദ്യത്തെ പദമായ ഇന്നമ, ആദ്യത്തെ ഹർഫ് ഹംസ വ്യക്തമായി തന്നെ ഉച്ചരിക്കണം. ഇ എന്നു തന്നെ മൊഴിയണം. ഇന്ന ഷദ്ദുള്ള നൂനാണല്ലോ, നന്നായി മണിക്കണം. ഉന്നത്തോടെയാണ് ഓതേണ്ടത്. ഇന്നമ യുമിൻ. ഇവിടെയുള്ള രണ്ടാമത്തെ ഹർഫായ ഹംസയെ പലരും ഖൽഖല അഥവാ ചലനശബ്ദം എന്ന ആ ഒരു സിഫത്ത് നൽകിക്കൊണ്ട് യുഅ്മിനു ഇങ്ങനെ ഓതാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. യുമിൻ. ഇന്നമാ യുഅ്മിനു ബിആയാതിനാ ഹംസ വ്യക്തമായി തന്നെ ഉച്ചരിക്കണം. ബിആയാതിനല്ലദീന അല്ലദീൻ ദാലാണ്, ദാലായി പോകാൻ ഒരിക്കലും പാടില്ല. ബിആയാതിനല്ലദീന ഇദാ ദുക്കിറു ദാലായി തന്നെ മൊഴിയണം, ദാലായി പോകാൻ പാടില്ല. ഇദാ ദുക്കിറു ബിഹാ കാഫ് പ്രത്യേകം ശ്രദ്ധിക്കണം. ദുക്കിറു ബിഹാ ഹാ അവ്യക്തമായി പോകാനും പാടില്ല. ഖറൂ സുജ്ജദ ഇങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഹംസ ഹ തൊണ്ടയുടെ താഴെയറ്റം, ഐൻ ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഗൈൻ ഹ തൊണ്ടയുടെ മേലെയറ്റം. ഇതാണല്ലോ ഈ 6 ഹർഫുകളുടെയും മഖ്റജ്. അപ്പോൾ ഹ ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ മേലെ അറ്റത്തു നിന്നും ഹ ഇങ്ങനെ തന്നെ ഉച്ചരിക്കണം. ബിഹാ ഖറൂ സുജ്ജദ ജീം സുജ്ജദ
وسبحوا بحمد ربهم وسبحوا സുജ്ജദൻ വസബ്ബഹു സുജ്ജദൻ. തൻവീന് ശേഷം വാവ് വന്നു. ഇദ്ഗാം ബിഗുന്ന, ഉന്നത്തോടെ മണിച്ചു ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. സുജ്ജദൻ വസബ്ബഹു ഹ. ഇവിടെയും പലരും വസബ്ബഹു എന്ന് ഹ ആയിട്ടാണ് ഓതാറുള്ളത്. അത് പിഴവാണ്. ഹ ആയി തന്നെ ഉച്ചരിക്കണം. വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും. ഇവിടെ ഇൽഹാർ ചെയ്യണം. റബ്ബിഹിം വ. അതേപോലെ തന്നെ വഹും ല, ഇവിടെയും ഇൽഹാർ ചെയ്യണം. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കി ഉച്ചരിക്കുക, മണിക്കാതെ. ഏതൊരു ഹർഫാണോ ആ ഹർഫിൻ്റെ മഖ്റജിൽ നിന്നും വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കുക. അങ്ങനെയാണ് ഇവിടെയൊക്കെ ഓതേണ്ടത്. റബ്ബിഹിം വ വഹും ല, ഇങ്ങനെയാണ് ഓതേണ്ടത്. വഹും ലാ യസ്തക്ബിറൂൻ. ഈ ആയത്ത് നാം പാരായണം ചെയ്താൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്, തിലാവത്തിൻ്റെ സുജൂദ്. ഈ സൂറത്തിന് സജ്ദ സൂറത്ത് എന്ന് പേര് വരാനും കാരണം തിലാവത്തിൻ്റെ സുജൂദ് ഉള്ളത് കൊണ്ടാണ്. തിലാവത്തിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന കരുത്തോടുകൂടെ സുജൂദ് ചെയ്യൽ പ്രത്യേകിച്ച് സുന്നത്താണ്. വിശുദ്ധ ഖുർആനിൽ 14 സ്ഥലങ്ങളിലാണ് തിലാവത്തിൻ്റെ സുജൂദ് വന്നത്. അതല്ല 15 എന്നും അഭിപ്രായമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സുജൂദ് ചെയ്യണം എന്ന് അറിയിക്കുന്ന അടയാളവും മുസ്ഹഫിൽ നമുക്ക് കാണാം. എങ്കിലും ആ 14 സ്ഥലങ്ങൾ വന്ന സൂറത്തുകളുടെ പേരൊന്ന് പറയാം. ഒന്ന് സൂറത്തുൽ ഹജ്ജ്. ഹജ്ജിൽ 2 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് തിലാവത്തിൻ്റെ സുജൂദ്. മറ്റൊന്ന് സൂറത്തുൽ അഅറാഫ്, മറ്റൊന്ന് സൂറത്തുൽ റഅദ്, സൂറത്തുൽ നഹൽ, സൂറത്തുൽ ഇസ്റാ, സൂറത്തു മറിയം, സൂറത്തുൽ ഫുർഖാൻ, സൂറത്തുൽ നംൽ, അലിഫ് ലാം മീം തൻസീൽ അഥവാ നാം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സജ്ദ സൂറത്ത്, ഹാമീം തൻസീൽ, സൂറ ഫുസ്സിലത്ത്, സൂറത്തുൽ നജ്മ്, സൂറത്തുൽ ഇൻഷിഖാഖ്, സൂറത്തുൽ അലഖ്. ഇങ്ങനെ 14 സ്ഥലങ്ങളിലാണ് സജ്ദയുടെ ആയത്ത് വന്നത്. ആ സ്ഥലങ്ങളിലെല്ലാം തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ പ്രത്യേകിച്ച് സുന്നത്താണ്. നിസ്കാരത്തിലല്ലാതെ തിലാവത്തിൻ്റെ ആയത്ത് ഓതുമ്പോൾ സുജൂദ് ചെയ്യുകയാണെങ്കിൽ ശുദ്ധി ഉണ്ടായിരിക്കുക, അഥവാ ചെറിയ ശുദ്ധി വലിയ ശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധി ഉണ്ടാവുക. അതേപോലെ തന്നെ നജസിൽ നിന്ന് ശുദ്ധി ഉണ്ടായിരിക്കുക. ഔറത്ത് മറക്കുക. സ്ത്രീകളുടെയൊക്കെ ഔറത്ത് എങ്ങനെയാണോ നിസ്കാരത്തിൽ മറക്കേണ്ടത് അതേപോലെ മറക്കുക. പിന്നെ ഖിബിലക്ക് മുന്നിടുക. ഇത്തരത്തിലുള്ള നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം. നിസ്കാരത്തിലാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നിസ്കാരത്തിൻ്റേതായ നിബന്ധനകൾ ഏതായാലും പാലിക്കുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ തിലാവത്തിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന കരുത്തോടുകൂടെ ഒരു സുജൂദ് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. ആ സുജൂദ് ചെയ്യുമ്പോൾ പ്രത്യേകം ചൊല്ലേണ്ട ദിക്റിന് പുറമെ സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇങ്ങനെയുള്ള ദിക്ർ ചൊല്ലലും സുന്നത്തുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 14 സ്ഥലങ്ങളിലും തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്, വലിയ പുണ്യമുള്ളതുമാണ്. ഇനി ഒരാൾക്ക് അങ്ങനെ സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഇങ്ങനെയുള്ള ദിക്ർ ചൊല്ലലും സുന്നത്തുണ്ട്. അടുത്ത ആയത്ത്, تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. تتجافى, തത 2 താവുകൾ അടുത്തു വന്നു. തതജ ജീം. تتجافى جنوبهم عن المضاجع.
ജുനൂബുഹും ഹ അവ്യക്തമായി പോകാൻ പാടില്ല. ജുനൂബുഹും സാക്കിന മീമിന് ശേഷം ഐൻ വന്നു ഇദ്ഹാർ ചെയ്യണം. അനിൽ ലാദാണ്. ലാദ് എന്ന് പറയുന്ന ഹർഫ് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? അതിൻ്റെ മഖ്റജ് ഉത്ഭവസ്ഥാനം എവിടെയാണ്? നാവിൻ്റെ അരു നീളത്തിൽ വലതുഭാഗമാകാം ഇടതുഭാഗമാകാം, മേലെ അണപ്പല്ലുകളോട് ചേർത്ത്, ഇതാണ് ലാദ് ഉച്ചരിക്കുന്ന സ്ഥലം, ലാദിൻ്റെ മഖ്റജ്. അതോടൊപ്പം ലാദിൻ്റെ സിഫത്തുകളിൽ പലരും ഒഴിവാക്കുന്ന, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന രണ്ട് സിഫത്തുകൾ അഥവാ ഇസ്തിഅല, ഇത്ബാഖ്. ഇസ്തിഅല അഥവാ നാവിൻ്റെ അങ്ങേയറ്റം ഉയരണം. അതോടൊപ്പം ഇത്ബാഖ് നാവിൻ്റെ മധ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മേലെ അണ്ണാക്കോട് ചേരണം. ഈ സിഫത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് അൽ ഇങ്ങനെയാണ് ലാദ് ഉച്ചരിക്കേണ്ടത്. ലാദിൻ്റെ മഖ്റജിൻ്റെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി ഉദാഹരണ സഹിതം വിവരിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കേൾക്കാവുന്നതാണ്. അതുകൊണ്ട് ലാദ് ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫ, യദ്ഊൻ ഐൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യദ്ഊന റബ്ബഹും ഹ ആണ്, അവ്യക്തമായി പോകാൻ പാടില്ല. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, ഖൗഫൻ വ ഇവിടെ ഇദ്ഗാം ബിഗുന്ന അഥവാ ഉന്നത്തോടെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഖൗഫൻ വതമഅ, വതമഅ വത എന്ന് ത ആയല്ല ഓതേണ്ടത്. അവിടെയും ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. വമിമ്മ ഷദ്ദുള്ള മീമാണല്ലോ, നന്നായി മണിക്കണം. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ. റസഖ് ഖാഫിൽ ഖൽഖല അഥവാ ചലനശബ്ദം എന്ന സിഫത്ത് പാലിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. അല്ലാതെ പലരും ഓതുന്നത് പോലെ റസഖ്നാഹും എന്നല്ല. വമിമ്മ റസഖ്നാഹും, റസഖ്നാഹും യുൻഫിഖൂൻ, യുൻഫിഖൂൻ ഇങ്ങനെ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. وَمِمَّا رَزَقْنَاهُمْ يُنْفِقُونَ. അടുത്തായത് فَلَا تَعْلَمُ نَفْسٌ مَا أُخْفِيَ لَهُم مِّن قُرَّةِ أَعْيُنٍ. فَلَا تَعْلَمُ ഐൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തഅലമു നഫ്സുമ്മ, നഫ്സുൻ സീനിന് തൻവീനാണ്, ശേഷം മീം വന്നു, ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. നഫ്സുമ്മ ഉഖ്ഫിയ അവിടെ നന്നായി മദ് ചെയ്യുകയും ചെയ്യണം. ഉഖ്ഫിയ, ഉഖ്ഫി, ഉഖ്ഫി എന്ന് ഖായിൽ ഖൽഖല കൊടുക്കാൻ പാടില്ല. ഉഖ്ഫിയ ലഹും, ഖാ ഉഖ്ഫിയ ലഹും ഹ അവ്യക്തമായി പോകാൻ പാടില്ല. മിൻ ഖുർറതി അഅ്യുൻ, മിൻ അവിടെ മണിക്കണം, ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. മിൻ ഖുർറതി, ഖുർറ ഇവിടെ റായിനെ പലരും തക്രാറ് നൽകിക്കൊണ്ട് അഥവാ പിടപ്പിച്ചുകൊണ്ട് ഓതാറുണ്ട്. അതെങ്ങനെയാണ്? മിൻ ഖുർ ഇങ്ങനെ പിടപ്പിച്ചുകൊണ്ട്, അങ്ങനെ പിടപ്പിക്കാൻ പാടില്ല. റായിലെ തക്രീർ എന്ന് പറഞ്ഞാൽ ആ സിഫത്ത് തക്രീറിനെ മറച്ചുകൊണ്ടാണ് ഓതേണ്ടത്. മിൻ ഖുർറതി അഅ്യുൻ, അഅ്യുൻ ഐൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ ഇവിടെ തൻവീന് ശേഷം ബാ വന്നു, ഇഖ്ലാബ് ചെയ്യണം, മറിച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മീമാക്കി മറിച്ചു ഉന്നത്തോടെ ഓതുക, അതിനാണല്ലോ ഇഖ്ലാബ് എന്ന് പറയുന്നത്. ഈ സ്ഥലത്ത് അങ്ങനെയാണ് ഓതേണ്ടത്.
ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ബിമാ കാനൂ ഐൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യഅമലൂൻ. ഈ 3 ആയത്തുകളും ഇനി നമുക്ക് സംഘമായി ഓതാം. മുമ്പുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ ഓരോ ആയത്തുകളും 2 തവണ ഓതും. ആദ്യത്തെ തവണ ശ്രദ്ധിച്ച് കേൾക്കുകയും രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ നിങ്ങളും ഓതുക. പാരായണം തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ഈ 3 ആയത്തുകളും തെറ്റില്ലാതെ ഇതേപോലെ നിങ്ങളെല്ലാവരും ഓതി പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.